നമസ്കാരം. ഒരു ഡ്രോയിങ് ക്ലാസ് തുടങ്ങാമെന്ന് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഡ്രോയിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യം കുട്ടികളും പിന്നെ ബിഗിനേഴ്സ്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയട്ടെ, എനിക്ക് കൂടുതൽ ഇങ്ങനെ വീഡിയോയിൽ വന്ന് സംസാരിച്ചുള്ള പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, തെറ്റുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാര്യത്തിലേക്ക് വരാം. അപ്പം ഞാൻ കുറച്ച് മെത്തേഡ് വഴി നിങ്ങളെ ഡ്രോയിങ് വളരെ എളുപ്പമാക്കാവുന്ന ചില വഴികൾ പറഞ്ഞു തരാം. ഓക്കെ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കുറേ അടിസ്ഥാനപരമായിട്ടൊന്നും ഞാൻ ഇതിന് സംസാരിക്കുന്നില്ല. നമുക്ക് ഡ്രോയിങ് പഠിക്കുക എന്നുള്ളത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം വളരെ എളുപ്പത്തിൽ, നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ള ആശയത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ തുടർന്ന് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് പറയുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ വിവരിച്ച് പറയുക. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ എന്താ ഈ ക്ലാസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ മുന്നേ ഞാൻ കുറേ ചാനലുകളൊക്കെ ചെക്ക് ചെയ്തിരുന്നു, എങ്ങനെ ഡ്രോയിങ് പഠിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറേ ഞാൻ കണ്ടപ്പോൾ കുറേ ആൾക്കാരും ഒരേ മെത്തേഡ് തന്നെയാണ് കുറേ ആൾക്കാരും യൂസ് ചെയ്യണത്. ഈ പെൻസിൽ എങ്ങനെ പിടിക്കണം, ഇങ്ങനത്തെ എന്താ കുറേ എക്സസൈസുകൾ ഇന്ന പോലെ. അപ്പോൾ അതൊക്കെ കുറേ ബോറടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഡ്രോയിങ് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് കുട്ടികൾക്ക്. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടികളുടെ രീതികളും കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡ്രോയിങ് പഠിക്കാമെന്ന് വെച്ചാൽ നമുക്ക് കോളേജിൽ പോയി അല്ല ഇങ്ങനെ ഏതൊരു അധ്യാപകൻ്റെ കീഴിൽ പോയി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ പറ്റാത്ത കുട്ടികൾക്കൊക്കെ കൂടിയിട്ടാണ്, തുടക്കക്കാർക്കൊക്കെ വേണ്ടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ മീഡിയകളൊക്കെ ഉള്ള കാരണം, യൂട്യൂബൊക്കെ ഉള്ള കാരണം, നമുക്ക് ഡ്രോയിങ് നന്നായി സംശയങ്ങളൊക്കെ തീർത്ത് കുറേ വീഡിയോകൾ നമുക്ക് കാണാം. അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ വരെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ ഞാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ചിലപ്പോൾ എനിക്കറിയില്ല, ഞാൻ കുറേ വീഡിയോകൾ ചെക്ക് ചെയ്തപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ നിങ്ങളെ ഡ്രോയിങ് പഠിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി കാണാം. പിന്നെ ഞാനിത് സ്പീഡിൽ പതുക്കെയാണിത് ഇടുന്നത്, അപ്പോൾ പതുക്കെ തന്നെയാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ചെറിയ മാറ്ററുകളെ നമുക്കിത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വീഡിയോയുടെ നീളം കൂടിപ്പോവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ക്ലാസ് കേട്ടോ. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പെൻസിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ സുഖമായിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നു അതുപോലെ നമ്മൾ പിടിക്കുക. എന്നിട്ട് വേണം, അതിന് പ്രത്യേക സ്റ്റൈലൊന്നുമില്ല. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള പോലെ പിടിക്കുക. അത് കുട്ടികൾക്കാണെങ്കിൽ അവർ ശരിക്കും പിടിക്കുന്നില്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുക, മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഒരു പോയിന്റിൽ നിന്നും കുറേ ലൈനുകൾ ഇടുന്നതാണ്. അത് നമ്മളൊരു പ്രത്യേക സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു ഷേപ്പാക്കി എടുക്കുക. അപ്പം നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു ഷേപ്പാക്കി എടുക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. ഓക്കെ, അപ്പോൾ എന്നിട്ട് പെൻസിൽ കൊണ്ട് ചെറിയതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഐഡിയക്ക്, നമ്മളെ മനസ്സിൽ എന്താ പറയുന്നത് അതുപോലെ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഒരു ഹാർട്ടിൻ്റെ ഒരു ചിഹ്നമാണ് വരച്ചത്. അപ്പോൾ ആ ഹാർട്ടിൻ്റെ ചിഹ്നത്തിന് നമ്മൾ വേറൊരു ലെവലിലേക്ക് വേറൊരു രീതിയിൽ കൂടി വരയ്ക്കുക. എന്നിട്ട് ഞാൻ അതിനൊരു താഴെ ഒരു വര കൊടുത്ത് തണ്ട് പോലെ വരച്ചു, ഇല പോലെ ഒരു ഷേപ്പ് പോലെ ആക്കിയെടുത്തു. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല, അത് നമുക്ക് തോന്നുന്നൊരു രീതിയിൽ നമ്മളത് ആ നേരത്തുള്ളൊരു
ഐഡിയയിൽ നമ്മൾ വരച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഡ്രോയിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചിത്രത്തിന് നോക്കി വരയ്ക്കുക മാത്രമല്ല, നമ്മൾ സ്വയം ഒരു ചിത്രകാരൻ കൂടി ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഭാവനയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആഡിയൻ ഷേപ്പ് നമ്മൾ വീണ്ടും ഓരോ രൂപങ്ങളായിട്ട് മാറ്റാൻ പോകണം. ഇത് ആഡിയൻ മാത്രമല്ല, നമുക്ക് എന്തും ഒരു ലൈനിലൂടെ ഓരോ ഷേപ്പുകൾ വരച്ചെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ലൈൻ ഉപയോഗിച്ച് തന്നെ ഓരോ ഷേപ്പുകളുടെ രൂപം ഉണ്ടാക്കുകയാണ്. ഒരു ലൈൻ മാത്രം വരയ്ക്കാതെ ആ ലൈനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വളഞ്ഞും പുളഞ്ഞും വരയ്ക്കുകയാണ്. അതിനൊരു പ്രത്യേകതരം ഭംഗി ഉണ്ടാകും. ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് അത് വളച്ചു കൊണ്ടുവരാം. ഇതുപോലെ കർവായിട്ടുള്ള ലൈനുകളും വരച്ച് നമുക്ക് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ച് ഇതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈനെ കട്ട് ചെയ്യാതെ തുടർന്ന് വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു പ്രത്യേകതരം താല്പര്യം തോന്നും, ഇന്ന വഴിക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് തുടർന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഷേപ്പാക്കി എടുക്കാൻ തോന്നും. മറിച്ച് നമ്മൾ ഈ ഒരു ലൈനിട്ട് വര നമ്മൾ നിർത്തുന്നില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് വരച്ചുകൊണ്ടിരിക്കണം. അത് വലത്തോട്ടും വരയ്ക്കാം, ഇടത്തോട്ടും വരയ്ക്കാം, വലുതാക്കാം, ചെറുതാക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഉപകാരം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനത് വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ചെയ്ത് ഒന്ന് നോക്കി നോക്കുക. ഒരു വര വരച്ച് നമ്മൾ നിർത്തുന്നില്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ചില എന്താ പറയുക, നമ്മൾ മനസ്സിൽ പുതിയ പുതിയ ഐഡിയകൾ ജനിക്കും. നമുക്കിത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, എവിടെ അവസാനിപ്പിക്കേണ്ടത്, നമ്മൾ നിർത്തുന്നില്ല, നമ്മളിത് കണ്ടിന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ വേറൊരു ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇതുപോലെ ചെറുതും വലുതുമായ ഒരു ഇതുപോലത്തെ ഷേപ്പുകൾ വരയ്ക്കുക. ഈ ഷേപ്പിനെ നമുക്ക് നിങ്ങൾ മനസ്സിൽ എന്താ തോന്നുന്നത് നിങ്ങളെ ഐഡിയയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയയിൽ തോന്നുന്നത് ഞാൻ വരയ്ക്കുക. ഇത് നമ്മൾ പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ രൂപമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള പല രൂപങ്ങളായിട്ട് മാറ്റാണ്. അപ്പോൾ ഇതൊരു ലൈൻ മാത്രമല്ല, അതൊരു ഷേപ്പായി ഒരു രൂപമായി മാറുകയാണ്. ആദ്യം നമ്മൾ ചെറിയൊരു വരയാണ് വരച്ചത്. അപ്പോൾ നമ്മൾ ഐഡിയാസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരും. ഒരു ലൈൻ ഇടുമ്പോൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈനുകളെ കൂട്ടി കൂട്ടി നമുക്കൊരു ഷേപ്പുകളാക്കി ഓരോ രൂപങ്ങളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വര വരച്ച് നിർത്തുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അത് ആ ലൈൻ മാറ്റി വേറൊരു ലൈനായി അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അത് ഇങ്ങനെ വരച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കൊരു വേറൊരു ഐഡിയ വരും. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു തണ്ടിൽ
2-3 ഇലകൾ നിൽക്കുന്നതാണ്. വലിയൊരു തണ്ട് വരച്ച് അതിന് 2-3 ഇലകൾ വരച്ചു. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്നും കുറേ ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നതാണ്. അത് പിന്നീട് നമുക്കൊരു എന്തെങ്കിലും ഒരു ഷേപ്പാക്കി മാറ്റാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരു ലൈനിൽ നിന്ന് തന്നെ കുറേ ലൈനുകൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഷേപ്പാക്കി നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ വരയ്ക്കാനുള്ള താല്പര്യം കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ ഞാനൊരു ചെറിയൊരു ക്ലാസ് വരയ്ക്കുകയാണ്. അത് വെറും സിമ്പിളാണ്. ഓവൽ സൈസ് ഒരു ഓവൽ സൈസ് സോറി, ശബ്ദം പെട്ടെന്ന് പോയി. ഇത് വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ലൈൻ തുടങ്ങിയത്, പക്ഷെ വരച്ച് വന്നപ്പോൾ ഇങ്ങനെയായി. അപ്പം നിങ്ങൾ ഇതുപോലെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നോക്കി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വരയ്ക്കാം. പക്ഷെ നിങ്ങൾ ഓരോ ലൈനുകൾ ഇട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ തന്നെ പറയും. നിങ്ങൾ വരയ്ക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ തന്നെ വേറെ ഷേപ്പുകൾ ഉണ്ടായി വരും. ഞാൻ റഫായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഡീറ്റെയിൽസായിട്ട് നമുക്ക് വീണ്ടും വരയ്ക്കാവുന്നതാണ്. ഇതുപോലെ കർവുകളൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കർവുകളിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൽ ആഡ് ചെയ്ത് ഓരോ ലൈനുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇവിടെ ലൈനുകളിലിട്ട് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും കഴിയും. ഇവിടെ കുറച്ച് ബ്ലറായി പോയിട്ടുണ്ട്, സോറി. സ്പീഡിലും സ്ലോവിലും വരച്ച് ലൈനുകൾ വരച്ച് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കാൻ സ്വയം ശ്രമിക്കുക. ഓരോ ലൈനുകളും വളരെ വിലപ്പെട്ടതാണ്. അതിൽ നിന്നും പല ഷേപ്പുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇതുപോലെ ലൈനിട്ട് ഒരു ഷെയ്ഡ് ഉണ്ടാക്കുന്നത് വളരെ മനോഹരമാണ്. ഈ ഡ്രോയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഷെയ്ഡിങ് ആണിത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പിന്നീടൊരു ക്ലാസ് തരാം. ഈ ലൈൻ ഇടുന്നത് ശ്രദ്ധിച്ചു നോക്കി. വളരെ സിമ്പിളായിട്ടുള്ള ഓരോ വരകളാണ്. നമുക്കൊരു അരയിനത്തിൻ്റെ രൂപം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ലൈനുകളൊക്കെ ഇട്ട് മോർ പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ കുറേ ലൈനുകൾ ഇടുക. അപ്പോൾ കൈ ഒരുവിധം വഴങ്ങുമ്പോൾ ഈ അരയിനത്തിൻ്റെ രൂപമൊക്കെ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ജസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ കുറേ ലൈനുകളിട്ട് പഠിക്കുക. എന്നിട്ട് വേറെ ലൈനുകൾ ആഡ് ചെയ്ത് അത് പല ഷേപ്പുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പല രൂപങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് സ്വയം വരയ്ക്കുകയും ചെയ്യാം. നമുക്ക് മറ്റ് ചിത്രങ്ങൾ റെഫറൻസിൻ്റെ ആവശ്യവും ഉണ്ടാവില്ല. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള പ്രകൃതിയിൽ കാണുന്ന ചില പക്ഷികളും കുറേ കാര്യങ്ങളും. ഓക്കെ, അത് റൈറ്റിലേക്കും വരയ്ക്കാം, ലെഫ്റ്റിലേക്കും വരയ്ക്കാം. അപ്പോൾ നമ്മുടെ കൈ ഇത് കുറേ വഴങ്ങുകയും ചെയ്യും. പല രൂപങ്ങളായിട്ട് മാറ്റിയെടുക്കാനും നമുക്ക് സ്വയം പ്രാപ്തരാകുകയും ചെയ്യും. അങ്ങനെ ഡ്രോയിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സ് തുറന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ നിങ്ങൾക്കായിട്ട് കുറേ കണ്ടുപിടുത്തങ്ങളും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും ഇതുപോലെ കുറേ ഭാവനകളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കുറേ രൂപങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അതുപോലെ എൻ്റെ വരയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു.